ഡിയർ സ്റ്റുഡൻസ്, സോളിഡ്സിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കുന്നതിന് റോബർട്ട് ഹുക്ക് യൂസ് ചെയ്ത ഒരു അപ്പാരറ്റസ് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് ഇവിടെ കാണുന്നത്. നമ്മൾ കണ്ടു, ഈ സ്പ്രിങ്ങിൽ മാസ് സസ്പെൻഡ് ചെയ്യുമ്പോൾ അതിൽ സ്ട്രെസ് വാല്യൂ കൂടുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വയറ് ഇലോങ്ങേറ്റ് ചെയ്യുന്നു, സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. സ്ട്രെസ്സ് വീണ്ടും കൂട്ടുമ്പോൾ സ്ട്രെയിൻ്റെ അളവ് വീണ്ടും കൂടുന്നു. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് റോബർട്ട് ഹുക്ക് എന്ന സയൻറ്റിസ്റ്റ് ഹുക്സ് ലോ പ്രപ്പോസ് ചെയ്തു. ഹുക്സ് ലോ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന്. അതുപോലെ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ ഒരു ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് എന്ന് നമ്മൾ പഠിച്ചു. ഈ സ്പ്രിങ്ങുകൾക്ക് പകരം മെറ്റൽ വയേഴ്സൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതേ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സയൻറ്റിസ്റ്റുകൾ മെറ്റൽസിൻ്റെയൊക്കെ സ്ട്രെസ് സ്ട്രെയിൻ കർവുകൾ പഠിക്കുന്നുണ്ട്, ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ മെറ്റൽസും തന്നെ കോമൺ ആയിട്ടുള്ള ഒരു ഇലാസ്റ്റിക് നേച്ചർ കാണിക്കുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുക. ഇപ്പോൾ ജനറലായിട്ട് മെറ്റൽസിൻ്റെ ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് സ്റ്റഡി ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് മെറ്റൽ വയറിൽ സ്ട്രെസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൂട്ടിക്കൊടുക്കുകയും ഓരോ സ്റ്റെപ്പിലും സ്ട്രെയിൻ മെഷർ ചെയ്യുകയും ചെയ്തുകൊണ്ട് സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഗ്രാഫ് വരയ്ക്കുകയാണ്. അപ്പോൾ മെറ്റൽസിൻ്റെ ഇങ്ങനെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗ്രാഫിൻ്റെ ഷേപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുക. ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഗ്രാഫ്. ഹുക്സ് ലോ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു, സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണലാണ്, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്നൊക്കെ. പക്ഷെ അവിടെ അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് എന്നൊരു ക്ലോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞാൽ എന്താണ് എന്നവിടെ പറയുന്നില്ല. ഇവിടെ നമ്മൾ ആ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞും സ്ട്രെസ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ മെഷർ ചെയ്യുകയും ഗ്രാഫ് കറസ്പോണ്ടിങ് ആയിട്ട് പ്ലോട്ട് ചെയ്യുകയും ചെയ്താണ് ഈ ഗ്രാഫ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ പല പോർഷൻസും പല ഷേപ്പിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഗ്രാഫിൻ്റെ ഓരോ പോർഷൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു റീജിയൻ O തൊട്ട് A വരെയുള്ള ഈ റീജിയൻ നമുക്ക് പരിചയമുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് തന്നെയാണ്, സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. ദാറ്റ് മീൻസ് സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഈ ഗ്രാഫ് നിങ്ങൾക്കറിയാം, നമ്മൾ സ്ട്രെസ് എടുക്കുന്ന Y ആക്സിസിലും സ്ട്രെയിൻ വാല്യൂസ് പ്ലോട്ട് ചെയ്യുന്നത് X ആക്സിസിലുമാണ്. അപ്പോൾ ഇവിടെ A എന്ന പോയിന്റിലെ സ്ട്രെസ്, എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു സ്ട്രെസ് വാല്യൂ, ഇതിനെ നമ്മൾ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയും. ഈ പ്രൊപ്പോർഷണൽ ലിമിറ്റിൻ്റെ വാല്യൂ വരെ സ്ട്രെസ്സ് കൊടുക്കുമ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും എങ്ങനെയാണ്? പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഈ A എന്ന പോയിന്റ്, അതാണ് നമ്മളിവിടെ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് മാർക്ക് ചെയ്തിരിക്കാം. എക്ക് നേരെയുള്ള സ്ട്രെസ് വാല്യൂ, അതിനെയാണ് നമ്മൾ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരെ സ്ട്രെസ്സും സ്ട്രെയിനും എങ്ങനെയാണ്? പ്രൊപ്പോർഷണലാണ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനുമാണ്. പക്ഷെ നമുക്ക് ഈ പ്രൊപ്പോർഷണൽ ലിമിറ്റ് കഴിഞ്ഞിട്ട് സ്ട്രെസ്സ് കൊടുക്കുകയാണെങ്കിൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ കൂടുമ്പോൾ സ്ട്രെയിനും കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി കീപ്പ് ചെയ്തിട്ടല്ല ഇവിടെ സ്ട്രെസ്സ് കൂടുമ്പോൾ സ്ട്രെയിൻ കൂടുന്നത്. സ്ട്രെസ് അല്പം കൂടുമ്പോൾ തന്നെ സ്ട്രെയിൻ കുറച്ചധികം കൂടുന്നു. അതിൻ്റെ ഫലമായിട്ട് ഗ്രാഫ് അല്പം കർവ്ഡായിട്ട്, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് മറ്റൊരു പാത്തിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഈ B എന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് വാല്യൂവിന് നമ്മളൊരു പേര് പറയും. ഇറ്റ് ഈസ് കോൾഡ് ഇലാസ്റ്റിക് ലിമിറ്റ് ഓർ ഈൽഡ് പോയിന്റ്. അപ്പോൾ B എന്ന പോയിന്റിന് നേരെ നമ്മൾ Y ആക്സിസിലേക്ക് ഒരു ലൈൻ വരച്ചാൽ അതിന് നേരെയുള്ള സ്ട്രെസ് വാല്യൂവിനെയാണ് ഈ മെറ്റലിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സ്ട്രെസ്സ് കൂടുമ്പോൾ സ്ട്രെയിൻ കൂടുകയായിരുന്നു. O തൊട്ട് B വരെ ഉള്ള റീജിയനിൽ സ്ട്രെസ്സ് കൂടുമ്പോൾ സ്ട്രെയിൻ കൂടുന്നുണ്ട്. പക്ഷേ ഈ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറയ്ക്കുകയാണെങ്കിൽ സ്ട്രെയിൻ്റെ വാല്യൂവും അതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറയുകയും അവസാനം സ്ട്രെസ്സ് 0 ആക്കിയാൽ സ്ട്രെയിനും 0 ആവുകയും വയറ് അതിൻ്റെ പഴയ ഇനിഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും.
ഇപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് ഒബ്ജക്റ്റ് ക്യാൻ റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ് വെൻ ദ ഡീഫോമിംഗ് ഫോഴ്സ് ഈസ് റിമൂവ്ഡ്. അങ്ങനെ ഏത് പോയിന്റ് വരെ, ഏത് വാല്യൂ ഓഫ് സ്ട്രെസ് വരെയാണോ ഒബ്ജക്റ്റ് അതിൻ്റെ ഒറിജിനൽ ഷേപ്പും സൈസും റീഗെയിൻ ചെയ്യുന്നത്, ആ സ്ട്രെസ് വാല്യൂവിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ O തൊട്ട് B വരെയുള്ള ഈ ഒരു റീജിയനെ നമ്മൾ ഇലാസ്റ്റിക് റീജിയൻ എന്നും പറയും. കാരണം ഇലാസ്റ്റിക് റീജിയനിലെ ഏത് പോർഷനിൽ വെച്ചും സ്ട്രെസ് വാല്യൂ കുറച്ചാൽ സ്ട്രെയിൻ കുറയുകയും സ്ട്രെസ് 0 ആക്കിയാൽ സ്ട്രെയിൻ 0 ആയി ഒബ്ജക്റ്റ് അതിൻ്റെ പഴയ അവസ്ഥയിലെത്തുകയും ചെയ്യുന്നു. ഇനി ബിക്ക് മേളിലേക്ക്, അതായത് ഇലാസ്റ്റിക് ലിമിറ്റിനേക്കാൾ കൂടിയ ഒരു സ്ട്രെസ് കൊടുക്കുമ്പോൾ ഗ്രാഫിന് എന്താ സംഭവിക്കുക? ഇവിടെ നിങ്ങൾക്ക് കാണാം ഗ്രാഫ് കുറച്ചുകൂടി കർവ്ഡ് ആകുന്നു, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആകുന്നു. സ്ട്രെസ് അല്പം കൂട്ടുമ്പോഴേക്കും സ്ട്രെയിൻ വളരെയധികം കൂടുന്നു. അതുപോലെ തന്നെ ഈ ഒരു റീജിയനെ, ഈ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് എഴുതിയിരിക്കുന്ന പോയിന്റിന് ഞാൻ D എന്ന് പേര് കൊടുക്കുകയാണ്. ഈ ഒരു പോർഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് വാല്യൂവിനെയാണ് നമ്മൾ D എന്ന് പേര് കൊടുത്തിരിക്കുക. ഇപ്പോൾ B തൊട്ട് D വരെയുള്ള റീജിയൻ, അവിടെ സ്ട്രെസ് അല്പം കൂടുമ്പോഴേക്കും സ്ട്രെയിൻ വളരെയധികം കൂടുന്നു. അതുപോലെ ഗ്രാഫ് കൂടുതൽ ഫ്ലാറ്റ് ആകുന്നു, കർവ്ഡ് ആകുന്നു. അതുപോലെ തന്നെ ഈ Bക്കും Dക്കും ഇടയ്ക്കുള്ള പോർഷനിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച്, അതിനൊരു എക്സാമ്പിളായിട്ടാണ് നമ്മൾ C എന്ന പോയിന്റ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ സിയിൽ ആയിരിക്കുമ്പോൾ, അതായത് C വരെ സ്ട്രെസ് കൊടുത്തു, സ്ട്രെയിൻ്റെ വാല്യൂ കൂടി വന്നു. സിയിൽ വെച്ച് നമ്മൾ ആ സ്ട്രെസ് കുറച്ച് റിമൂവ് ചെയ്ത് 0 ആക്കിയാൽ കാണുന്നൊരു കാര്യം, സ്ട്രെസ് 0 ആയാലും സ്ട്രെയിൻ്റെ വാല്യൂ 0 ആകുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ ഒരു പോയിന്റ് ഗ്രാഫ് സ്ട്രെസ് കുറയ്ക്കുമ്പോൾ സ്ട്രെയിനും കുറയും. പക്ഷെ അന്നേരം ഈ ഒരു ഗ്രാഫ്, ഈ റെഡ് ലൈനിൻ്റെ പാത്ത് ഫോളോ ചെയ്തായിരിക്കും സ്ട്രെസ് കുറയുമ്പോൾ സ്ട്രെയിൻ കുറയുന്നത്. സ്ട്രെസ് 0 ആകുമ്പോൾ സ്ട്രെയിൻ്റെ വാല്യൂ 0 ആകുന്നില്ല. ഇപ്പോൾ ഈ O തൊട്ട് ഈ പോയിന്റ് വരെയുള്ള അത്രയും ഭാഗത്തെ സ്ട്രെയിൻ വാല്യൂ എത്രയാണോ അത്രയും സ്ട്രെയിൻ ഈ മെറ്റീരിയൽ നിലനിർത്തുന്നു. ഇപ്പോൾ B തൊട്ട് D വരെയുള്ള പോർഷനിൽ എവിടെ വെച്ച് നമ്മൾ സ്ട്രെസ് കുറച്ച് കൊണ്ടുവന്ന് 0 ആക്കിയാലും ഇതാണ് സംഭവിക്കുക. സ്ട്രെയിൻ ഒരിക്കലും 0 ആകുകയില്ല. സ്ട്രെയിനൊരു വാല്യൂ ഉണ്ടാകും സ്ട്രെസ് 0 ആകുമ്പോഴും. അപ്പോൾ സ്ട്രെസ് 0 ആകുമ്പോഴും ഇത് നിലനിർത്തുന്ന ഈ സ്ട്രെയിനെയാണ് നമ്മൾ റെസിജ്വൽ സ്ട്രെയിൻ എന്ന് പറയുക. അതുപോലെ B to D പോർഷനിൽ ഈ വയറ് സ്ട്രെസ് 0 ആക്കുമ്പോൾ സ്ട്രെയിൻ 0 ആകാതെ സ്ട്രെയിൻ നിലനിർത്തുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് പെർമനൻറ്റ് സെറ്റ് അക്യൂർ ചെയ്യുക എന്ന് പറയുന്നത്. ഈ D എന്ന പോയിന്റിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഡിയിലെ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയ സ്ട്രെസ് വാല്യൂ വരെ മാത്രമേ ഈ ഒബ്ജക്റ്റിന് അതിൻ്റെ ഇലാസ്റ്റിക് നേച്ചർ അല്പമെങ്കിലും നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സാണ് ഇതിന് താങ്ങാൻ പറ്റുന്ന ഏറ്റവും കൂടിയ സ്ട്രെസ് വാല്യൂ. അതുകൊണ്ട് ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെ നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയും. അപ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെസ്സാണ് ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്. ആൻഡ് ഇറ്റ് ഈസ് ദ മാക്സിമം സ്ട്രെസ് ദാറ്റ് ദ വയർ ക്യാൻ വിസ്റ്റാൻഡ്. അതുപോലെ B തൊട്ട് D വരെയുള്ള പോർഷനിൽ നമ്മൾ കണ്ടു സ്ട്രെസ് കൂട്ടുമ്പോൾ സ്ട്രെയിൻ കൂടുന്നു, സ്ട്രെസ് കുറയ്ക്കുമ്പോൾ സ്ട്രെയിൻ കുറയുമെങ്കിലും സ്ട്രെസ് 0 ആയാൽ പോലും സ്ട്രെയിൻ്റെ വാല്യൂ 0 ആകുന്നില്ല. സ്ട്രെയിൻ അത് നിലനിർത്തുന്നു, അത് അല്പം ഇലോങ്ങേറ്റഡ് ആയിട്ട് തന്നെ നിൽക്കുന്നു. അപ്പോൾ ഈ B തൊട്ട് D വരെയുള്ള ഗ്രാഫിൻ്റെ പോർഷന് നമ്മൾ പ്ലാസ്റ്റിക് റീജിയൻ എന്നാണ് വിളിക്കുന്നത്. ഇനി അൾട്ടിമേറ്റ് സ്ട്രെസ്സിലെത്തിയാൽ എന്ത് സംഭവിക്കും? നമ്മൾ പറഞ്ഞു വയറിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് വാല്യൂ ആണ് അൾട്ടിമേറ്റ് സ്ട്രെസ്. അപ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെസ് വരെ ഒരു സ്ട്രെസ് നമ്മൾ വയറിൽ കൊടുത്താൽ പിന്നീട് നമുക്കിതിൽ സ്ട്രെസ് കൂട്ടിക്കൊടുക്കാനേ സാധിക്കില്ല. ഈ ഒരു സ്ട്രെസ് വാല്യൂ എത്തിക്കഴിഞ്ഞാൽ
പിന്നീട് സ്ട്രെസ് കൂട്ടാതെ തന്നെ വയറ് തനിയെ ഇലോങ്ങേറ്റ് ചെയ്യുകയും സ്ട്രെയിൻ്റെ വാല്യൂ കൂടിക്കൂടി വരികയും ചെയ്യും. അങ്ങനെ ആ വയറ് തനിയെ വലിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണത്. അങ്ങനെ വയറ് വലിയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ റീസ്റ്റോറിങ് ഫോഴ്സിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അപ്പോൾ സ്ട്രെയിൻ കൂടുകയും സ്ട്രെസ് വാല്യൂ കുറയുകയും ചെയ്യും ഈ പോർഷനിൽ. D2 ഈ പോർഷൻ, നമുക്ക് ഈ പോയിന്റിനെ E എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ D2 ഈ പോർഷനിൽ വയറ് തനിയെ വലിഞ്ഞ് നീളുന്ന ഒരവസ്ഥയാണ് വരിക. അവസാനം E എന്ന പോയിന്റിൽ എത്തുമ്പോഴേക്കും വയറ് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ വയറ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ വയറിലുള്ള സ്ട്രെസ് വാല്യൂവിനെയാണ് നമ്മൾ ഫ്രാക്ചർ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നു. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. O തൊട്ട് B വരെയുള്ള റീജിയനെയാണ് ഇലാസ്റ്റിക് റീജിയൻ എന്ന് വിളിച്ചത്. B വരെയുള്ള ഭാഗത്ത് സ്ട്രെസ് റിമൂവ് ചെയ്താൽ സ്ട്രെയിൻ്റെ വാല്യൂ 0 ആകും. പക്ഷെ B കഴിഞ്ഞ് സ്ട്രെസ് കൂട്ടിയാൽ സ്ട്രെസ് 0 ആയാലും സ്ട്രെയിൻ 0 ആകില്ല. അത് കുറച്ച് സ്ട്രെയിൻ നിലനിർത്തും. ആ ഒരു അവസ്ഥയ്ക്കാണ് പെർമനൻറ്റ് സെറ്റ് അക്യൂർ ചെയ്യുക എന്ന് പറയുന്നത്. ബിക്കും ഡിക്കും ഇടയ്ക്ക് ഏതൊരു പോയിന്റിൽ വെച്ചും സ്ട്രെസ് റിമൂവ് ചെയ്താൽ സ്ട്രെസ് കുറയുമ്പോൾ സ്ട്രെയിൻ കുറയുന്ന അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഗ്രാഫായിരിക്കും കിട്ടുക. സ്ട്രെസ് 0 ആയാലും സ്ട്രെയിൻ 0 ആകുന്നില്ല. അതുപോലെ D വരെ സ്ട്രെസ് എത്തിയാൽ പിന്നീട് അതിൽ സ്ട്രെസ് കൂട്ടാൻ സാധിക്കില്ല. സ്ട്രെസ് കൂട്ടാതെ തന്നെ സ്ട്രെയിൻ്റെ വാല്യൂ കൂടുന്നു എന്ന് പറഞ്ഞാൽ വയറ് തനിയെ വലിയുന്നു. അവസാനം ഈ വയറ് ബ്രേക്ക് ചെയ്യുന്നു. വയറ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനുള്ളിലുള്ള ഇൻറ്റേർണൽ ഫോഴ്സിൻ്റെ അളവ്, തനിയെ വലിയുന്ന സമയത്ത് ഇൻറ്റേർണൽ ഫോഴ്സിൻ്റെ അളവ് കുറഞ്ഞു വരികയും സ്ട്രെസ് വാല്യൂ കുറയുകയും ചെയ്യുന്നു. ഇപ്പോൾ വയറ് ബ്രേക്ക് ചെയ്യുന്ന സമയത്തുള്ള സ്ട്രെസ് വാല്യൂ എന്ന് പറയുന്ന അൾട്ടിമേറ്റ് സ്ട്രെസ്സിനേക്കാൾ കുറവാണ്. ആ സമയത്തുള്ള സ്ട്രെസ് വാല്യൂവിനെയാണ് നമ്മൾ ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ E എന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സാണ് അൾട്ടിമേറ്റ് സ്ട്രെസ്. ഇപ്പോൾ ഈ ഗ്രാഫ് ഇതുപോലെ ഈ ഷേപ്പിൽ വരയ്ക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. അതുപോലെ ഇതിലെ ഓരോ പോയിന്റും എൻ്റെ സ്ട്രെസ് വാല്യൂവിനെ എന്താ വിളിക്കുക? പ്രൊപ്പോർഷണൽ ലിമിറ്റ്. O തൊട്ട് A വരെ ഗ്രാഫിൻ്റെ ഷേപ്പ് സ്ട്രെയിറ്റ് ലൈനാണ്. അതുപോലെ A തൊട്ട് B വരെ അവിടെ ഗ്രാഫ് അല്പം ബെൻഡ് ചെയ്യുന്നു. ബിയിലെ സ്ട്രെസ് വാല്യൂവിനെ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ് എന്ന് വിളിക്കുന്നു. B എന്ന പോയിന്റ് വരെ സ്ട്രെസ് കുറച്ച് 0 ആക്കിയാൽ സ്ട്രെയിനും 0 ആകും എന്ന് നമുക്കറിയാം. അതുപോലെ O to B റീജിയനെ നമ്മൾ ഇലാസ്റ്റിക് റീജിയൻ എന്ന് വിളിക്കുന്നു. B തൊട്ട് D വരെയുള്ള റീജിയനാണ് പ്ലാസ്റ്റിക് റീജിയൻ. പ്ലാസ്റ്റിക് റീജിയനിലെ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് സ്ട്രെസ് കുറച്ച് 0 ആക്കിയാൽ സ്ട്രെയിൻ 0 ആകുന്നില്ല. അത് സ്ട്രെയിൻ റീഗെയിൻ ചെയ്ത് നിലനിർത്തുന്നു. വയറ് പെർമനൻറ്റ് സെറ്റ് അക്യൂർ ചെയ്യുന്നു. അൾട്ടിമേറ്റ് സ്ട്രെസ്സിന് ശേഷം നമ്മൾ സ്ട്രെസ് കൊടുക്കാതെ തന്നെ വയറ് സ്വയം ഇലോങ്ങേറ്റ് ചെയ്ത് അവസാനം ബ്രേക്ക് ചെയ്യുന്നു. അൾട്ടിമേറ്റ് സ്ട്രെസ്സാണ് വയറിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ്സ്. വയറ് ബ്രേക്ക് ചെയ്യുന്ന സമയത്തെ സ്ട്രെസ്സാണ് ബ്രേക്കിംഗ് സ്ട്രെസ്. അപ്പോൾ ഓരോ പോയിന്റിലെയും സ്ട്രെസ്സിൻ്റെ പേരും ഓരോ പോയിന്റിൻ്റെയും പ്രത്യേകതയും ആ സമയത്ത് ഗ്രാഫിൻ്റെ നേച്ചറും ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇപ്പോൾ ഗ്രാഫ് വരയ്ക്കാനും ഇതുപോലുള്ള പോയിന്റുകൾ മാർക്ക് ചെയ്യാനും ചോദിക്കാം. അല്ലെങ്കിൽ ഗ്രാഫ് തന്നിട്ട് ഓരോ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിക്കാം. ഇലാസ്റ്റിക് റീജിയനും പ്ലാസ്റ്റിക് റീജിയനും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ രീതിയിലും നിങ്ങൾ പഠിക്കണം. ഈ ഗ്രാഫ് ഈ വീഡിയോയിൽ നോക്കി നിങ്ങൾ വരച്ചെടുക്കണം. കാരണം ഇതിനകത്ത് ഈ PDF തന്നാൽ ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്തിട്ടില്ല, Dന്ന് മാർക്ക് ചെയ്തിട്ടില്ല, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്നുള്ള റീജിയൻ. അതുപോലെ ഈ പോയിന്റിനായിരുന്നു Dന്ന് പേര് കൊടുത്തിരുന്നത്, അത് നമ്മൾ E എന്ന് എഴുതണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഗ്രാഫിൽ നിങ്ങൾ മാറ്റ് ചെയ്യണം. PDF വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല. PDF-ൽ തെറ്റാണ്. ഇത് ഈ രീതിയിൽ ഇപ്പം തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഗ്രാഫ് വരച്ചെടുക്കുകയും ഈ പോയിന്റുകൾ മാർക്ക് ചെയ്തെടുക്കുകയും ചെയ്യണം. വീഡിയോ പോസ് ചെയ്തിട്ട് ഗ്രാഫ് വരച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്ത് ഇതും വേണമെങ്കിൽ എഴുതിയെടുക്കാം ഈ നോട്ടും.
ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് വാല്യൂസിൻ്റെ പേരും ഗ്രാഫിൻ്റെ നേച്ചറും ഒക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് ഞാൻ നോട്ടായിട്ടും തരാനായിട്ട് ഇരിക്കുന്നത്. ഈ ഗ്രാഫ് വരച്ച് പഠിക്കണം. ഗ്രാഫിൽ ഓരോ പോയിന്റിൻ്റെയും പേര് കൃത്യമായിട്ട് പഠിക്കണം. ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് ബി എന്ന് എഴുതിയാലും ബി അല്ല, ബിയിലെ സ്ട്രെസ് വാല്യൂവിനെയാണ്, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് വാല്യൂ ആണ് ഇലാസ്റ്റിക് ലിമിറ്റ്. അങ്ങനെയാണ് എയും. എ അല്ല പ്രൊപ്പോർഷണൽ ലിമിറ്റ്, സ്ട്രെസ് കറസ്പോണ്ടിങ് ടു എ ആണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് നിങ്ങൾ ഓർക്കുക. അങ്ങനെ ഓരോ പോയിന്റിനും. അതുപോലെ ഇലാസ്റ്റിക് റീജിയനും പ്ലാസ്റ്റിക് റീജിയനും മാർക്ക് ചെയ്യാനായിട്ട് പഠിക്കണം. സ്ട്രെസ് വാല്യൂസ് ഒക്കെ മാർക്ക് ചെയ്യാനായിട്ട് പഠിക്കുക. ഈ ഗ്രാഫ് എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഗ്രാഫ് നല്ലതുപോലെ വരയ്ക്കാനും പഠിക്കുക. അടുത്തതായിട്ട് ഈ ഗ്രാഫിൻ്റെ നേച്ചർ വെച്ചുകൊണ്ട് നമുക്ക് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോളിഡ്സിന് 3 ആയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇലാസ്റ്റിക് നേച്ചർ ഉപയോഗിച്ച് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഗ്രാഫിൻ്റെ നേച്ചർ നോക്കിയിട്ടും കൂടിയാണ് പഠിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് അതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെസ് ഫ്രാക്ചർ പോയിന്റും തമ്മിൽ വലിയൊരു ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് എത്തിക്കഴിഞ്ഞ് വയറ് തനിയെ വലിഞ്ഞ് കുറേ സ്ട്രെയിൻ വാല്യൂ കൂടി എത്തിയിട്ടാണ് വയറ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള മെറ്റീരിയൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞ് ബ്രേക്കിംഗ് പോയിന്റിലേക്ക് കുറേ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, ഗ്രാഫിൽ കുറേ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ്സും ഫ്രാക്ചർ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് കഴിഞ്ഞും കുറേ സമയം കൂടി ഇതിനെ സ്ട്രെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ നമുക്ക് തിൻ വയേഴ്സായിട്ട് സ്ട്രെച്ച് ചെയ്ത് നീട്ടാൻ സാധിക്കും. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് ഡക്റ്റൈൽ സോളിഡ്സ് എന്ന് പറയുക. അപ്പോൾ ഡക്റ്റൈൽ സോളിഡ്സിൻ്റെ ഒരു ഗ്രാഫിൻ്റെ നേച്ചർ റഫായിട്ട് വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇലാസ്റ്റിക് ലിമിറ്റ് വരെ ഗ്രാഫ് ഏകദേശം സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞിട്ട് കുറേ സ്ട്രെസ് കൂടി നമുക്കതിൽ കൊടുക്കാൻ പറ്റും. വയർ ബ്രേക്ക് ചെയ്യുന്ന കുറേ സ്ട്രെസ് വാല്യൂ അപ്ലൈ ചെയ്തതിന് ശേഷമാണ്. അപ്പം അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് ഡക്റ്റൈൽ സോളിഡ്സ് എന്ന് പറയുക. ഇപ്പോൾ ഡക്റ്റൈൽ സോളിഡ്സിന് പ്ലാസ്റ്റിക് റീജിയൻ വളരെ കൂടുതലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള മെറ്റീരിയൽസിനെ നമുക്ക് വളരെയധികം സ്ട്രെച്ച് ചെയ്യാനും തിൻ വയേഴ്സായിട്ട് മാറ്റാനും സാധിക്കും. അടുത്തത് ഇതിന് എക്സാമ്പിളാണ് കോപ്പർ, അലുമിനിയം പോലുള്ള മെറ്റീരിയൽസ്. അതുകൊണ്ടാണ് നമ്മൾ കോപ്പറും അലുമിനിയം ഒക്കെ വയേഴ്സായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതിനുള്ള യൂസിൽ ഉപയോഗിക്കുന്നു. പക്ഷേ ചില മെറ്റീരിയൽസിന് അൾട്ടിമേറ്റ് സ്ട്രെസ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവ ബ്രേക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ ഗ്രാഫ് അധികം നീളുന്നില്ല. ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞാൽ ഉടനെ മാക്സിമം സ്ട്രെസ്സായി പിന്നീട് വയർ ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് ബ്രിട്ടിൽ സോളിഡ്സ് എന്ന് പറയുക. അപ്പം അങ്ങനെയുള്ള മെറ്റീരിയൽസിന് പ്ലാസ്റ്റിക് റീജിയൻ വളരെ കുറവാണ്. ആൻഡ് ദ വയർ ബ്രേക്സ് ആസ് സൂൺ ആസ് ദ ഇലാസ്റ്റിക് ലിമിറ്റ് ഈസ് ക്രോസ്ഡ്. ഇതിന് എക്സാമ്പിൾസ് ആണ് ഗ്ലാസും സെറാമിക്സ്. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് മെലിയബിൾ സോളിഡ്സ്. ഈ മെറ്റീരിയൽസിനെ നമുക്ക് വളരെ തിൻ ഷീറ്റ്സ് ആയിട്ട് മാറ്റാൻ സാധിക്കും. അതിനെ ഹാമർ കൊണ്ട് അടിച്ച് പരത്തി തിൻ ഷീറ്റ്സ് ആക്കി മാറ്റാൻ സാധിക്കുന്ന മെറ്റീരിയൽസിനെയാണ് മെലയബിൾ സോളിഡ്സ് എന്ന് വിളിക്കുക. ഗോൾഡ്, സിൽവർ, ലെഡ് ഇങ്ങനെയൊക്കെ ഉള്ളത് വളരെ മെലയബിൾ ആയിട്ടുള്ള സോളിഡ്സ് ആണ്, എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് വെച്ചുകൊണ്ട് മെറ്റീരിയൽസിനെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഡക്റ്റൈൽ സോളിഡ്സ്, ബ്രിട്ടിൽ സോളിഡ്സ് ആൻഡ് മെലയബിൾ സോളിഡ്സ്. അവയുടെ ഗ്രാഫിൻ്റെ പ്രത്യേകതകളും അതുപോലെ അവയുടെ നേച്ചറും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അങ്ങനെ ക്ലാസ് ചിലപ്പോൾ ഗ്രാഫ് വന്നിട്ട് ഈ മെറ്റീരിയൽ എങ്ങനെയുള്ളതാണ്, ബ്രിറ്റിലാണോ ഡക്റ്റൈലാണോ അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഡക്റ്റൈൽ സോളിഡ്സിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറയാം, അവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർഡായിട്ട് ഇരിക്കണം. അടുത്തതായിട്ട് നമുക്ക് ഇലാസ്റ്റമോസ് എന്നുള്ള മെറ്റീരിയൽസ് എന്താണെന്ന് നോക്കാം. ഈ ഇലാസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് these materials can be stretched to large values of strain. അതായത് നമുക്ക് സ്ട്രെസ് കൊടുത്ത് ഇതിന് ലാർജ് സ്ട്രെയിൻ വാല്യൂസ് ഉണ്ടാക്കാം, അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ, ലോങ്ങേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ സ്ട്രെസ് റിമൂവ് ചെയ്താൽ അവ അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും, സ്ട്രെയിൻ 0 ആവുകയും ചെയ്യും.
പക്ഷേ ഈ മെറ്റീരിയൽസിൻ്റെ ഗ്രാഫ് പഠിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഹുക്സ് ലോ ഒബേ ചെയ്യുന്നില്ല ഈ മെറ്റീരിയൽസ്. സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ അല്ല. അവയുടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതുപോലുള്ള കർവാണ് കിട്ടുന്നത്. അപ്പം അങ്ങനെ ഹുക്സ് ലോ ഒബേ ചെയ്യാതെ ലാർജ് വാല്യൂസ് ഓഫ് സ്ട്രെയിൻ കിട്ടുന്ന വിധത്തിൽ സ്ട്രെച്ച് ചെയ്യാവുന്ന സബ്സ്റ്റൻസുകളെയാണ് ഇലാസ്റ്റമസ് എന്ന് വിളിക്കുന്നത്. റബ്ബർ, അതുപോലെ ഹ്യൂമൻ ബോഡിയിൽ നമ്മുടെ അയോട്ടയുടെ ടിഷ്യൂ ഒക്കെ ഇലാസ്റ്റമേഴ്സിന് എക്സാമ്പിൾസാണ്. ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അയോട്ടയുടെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. അയോട്ടയുടെ ടിഷ്യൂവിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. അപ്പോൾ ഇലാസ്റ്റമേഴ്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പഠിക്കുക, അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കുക, എക്സാമ്പിൾസ് പഠിക്കുക. അതുപോലെ റബ്ബറിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുക. ഈ റബ്ബറിൻ്റെ ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് കാണാം ഇതൊരു കർവാണ്. ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഒബേ ഹുക്സ് ലോ. പക്ഷേ റബ്ബറിന് നമുക്കറിയാം സ്ട്രെസ് കൊടുത്ത് അതിന് സ്ട്രെയിൻ കൂട്ടാൻ സാധിക്കും. സ്ട്രെസ് കൂടുമ്പോൾ സ്ട്രെയിനും കൂടുന്നു, സ്ട്രെസ് കുറയ്ക്കുമ്പോൾ സ്ട്രെയിൻ കുറഞ്ഞ് 0 ആകുന്നു. അപ്പോൾ അത് ഇലാസ്റ്റിക് അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇറ്റ് ഡസ് നോട്ട് ഒബേ ഹുക്സ് ലോ. അപ്പോൾ അങ്ങനെ ഹുക്സ് ലോ ഒബേ ചെയ്യാത്ത ഇലാസ്റ്റിക് മെറ്റീരിയൽസിനെയാണ് ഇലാസ്റ്റമസ് എന്ന് വിളിക്കുന്നത്. These materials can be stretched to several times its original length. റബ്ബർ ബാൻഡൊക്കെ നമുക്ക് വലിച്ചു നീട്ടിയാൽ അതിൻ്റെ ഇരട്ടി ലെങ്തിലേക്കൊക്കെ നീട്ടാൻ സാധിക്കും. 3 times 4 times ഒക്കെ ലെങ്ത് കൂട്ടാൻ സാധിക്കും. അതുപോലെ സ്ട്രെസ് റിമൂവ് ചെയ്താൽ അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് അത് തിരിച്ചു പോവുകയും ചെയ്യും. പക്ഷെ അവ ഹുക്സ് ലോ ഒബേ ചെയ്യുന്നില്ല, ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഓബ്ജക്റ്റുകളെയാണ് നമ്മൾ ഇലാസ്റ്റമേഴ്സ് എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഹിസ്റ്ററിസിസ് എന്നുള്ള ഒരു ഫിനോമിനം കൂടെ ഇലാസ്റ്റമേഴ്സിൻ്റെ കേസിലാണ് ഇത് കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ റബ്ബറിൻ്റെ ഒക്കെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ ഷേപ്പ് ആണ് ഇവിടെ തന്നിരിക്കുക. ഇവിടെ ഒരു റബ്ബറിനെ നമ്മൾ സ്ട്രെസ് കൂട്ടുന്നു, ലോഡിങ് എന്നെഴുതിയിരിക്കുന്ന സ്ട്രെസ് വാല്യൂ കൂട്ടി കൊടുക്കുന്ന പ്രോസസ്സാണ്. ഇപ്പോൾ സ്ട്രെസ് കൂട്ടുന്നു, അതിനനുസരിച്ചുള്ള സ്ട്രെയിൻ മെഷർ ചെയ്യുന്നു, സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ലോഡിങ്ങിൻ്റെ സമയത്ത്, അതായത് സ്ട്രെസ് കൂടുമ്പോഴുള്ള ഗ്രാഫാണ് ഈ ആരോ ഇട്ടിരിക്കുന്ന ഈ മുകളിലുള്ള ഈ കർവ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി താഴത്തെ ഗ്രാഫ് അൺലോഡിങ്ങിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. അൺലോഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് കുറയ്ക്കുന്നു, കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെയിൻ കുറഞ്ഞു വരുന്നു. ആ സ്ട്രെസ് സ്ട്രെയിൻ വാല്യൂസ് പ്ലോട്ട് ചെയ്ത് വരയ്ക്കുന്ന ഗ്രാഫാണ്. അതും സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് തന്നെയാണ് അൺലോഡിങ് പ്രോസസ്സിൻ്റെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ മെറ്റീരിയൽസിന് ലോഡ് ചെയ്യുന്ന സമയത്തുള്ള സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ പാത്തിലല്ല അൺലോഡ് ചെയ്യുമ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരുന്നത്. അതായത് സ്ട്രെസ് കൂടുമ്പോൾ സ്ട്രെയിൻ കൂടുന്ന അളവിലല്ല, സ്ട്രെസ് കുറയ്ക്കുമ്പോൾ സ്ട്രെയിൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നത്. പക്ഷെ സ്ട്രെസ് 0 ആകുമ്പോൾ സ്ട്രെയിൻ 0 ആകുകയും വയർ അതിൻ്റെ ഒറിജിനൽ അവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നുമുണ്ട്. അപ്പം ഇങ്ങനെ ലോഡിങ്ങിൻ്റെ സമയത്തും അൺലോഡിങ്ങിൻ്റെ സമയത്തും വരയ്ക്കുന്ന സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫുകൾ ഒരേ ലൈനിൽ വരാത്ത ആ ഒരു ഫിനോമിനൻ, ആ ഒരു നോൺ കോയിൻസിഡൻസിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഹിസ്റ്ററിസിസ് എന്നതുകൊണ്ട് മീൻ ചെയ്യുക. ആ ഇലാസ്റ്റിക് ഹിസ്റ്ററിസിൻ്റെ ഡെഫിനിഷനാണിത്. ദ നോൺ കോയിൻസിഡൻസ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് വാല്യൂസ് ഓഫ് സ്ട്രെസ് എന്നുള്ള അതിനെയാണ് ഇലാസ്റ്റിക് ഹിസ്റ്ററിസിസ് എന്ന് പറയുന്നത്. ഇനി സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ ഒരു പ്രത്യേകത, ഗ്രാഫിന് താഴേക്ക് എക്സ് ആക്സിസിന് മേളിലേക്കുള്ള ഏരിയ എടുത്താൽ ആ ലോഡ് ചെയ്യുന്ന ഓരോ ഗ്രാഫിൻ്റെയും താഴെയുള്ള ഏരിയ ആ മെറ്റീരിയലിനെ സ്ട്രെച്ച് ചെയ്യുന്നതിനുള്ള എനർജിയാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഒരു മെറ്റീരിയലിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മളതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന വർക്ക് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. അപ്പോൾ ഒബ്ജക്റ്റിനെ സ്ട്രെച്ച് ചെയ്ത് ഇത്രയും സ്ട്രെയിൻ അതിൽ കിട്ടുന്ന ആ സ്ട്രെയിൻഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന് താഴേക്കുള്ള ഏരിയയ്ക്ക് തുല്യമാണ്. ഈ ഒരു പൊട്ടൻഷ്യൽ എനർജി യൂസ് ചെയ്തുകൊണ്ടാണ് ഇനി അതിനെ അൺലോഡ് ചെയ്യുമ്പോൾ ആ വയർ അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ അൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഈ ഗ്രാഫിന്, ഈ അൺലോഡ് ചെയ്യുന്ന സമയത്തുള്ള ഗ്രാഫിൻ്റെ താഴെയുള്ള ഏരിയയ്ക്ക് തുല്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോഡ് ചെയ്യുമ്പോൾ സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിയിലും കുറവാണ് അൺലോഡ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ കുറച്ച് എനർജി ഇവിടെ നഷ്ടം വരുന്നുണ്ട്.
അത് ഹീറ്റിൻ്റെ ഒക്കെ രൂപത്തിലാണ് വയറിൽ നഷ്ടപ്പെടുക. വയറ് സ്ട്രെച്ചിയൊക്കെ ചെയ്യുകയും വിടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് കുറച്ച് എനർജി ഹീറ്റിൻ്റെ രൂപത്തിൽ നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ നഷ്ടപ്പെടുന്ന ആ എനർജിക്ക് തുല്യമാണ് ഈ ലൂപ്പിൻ്റെ ഏരിയ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ലൂപ്പിനെ നമ്മൾ ഹിസ്റ്ററിസിസ് ലൂപ്പ് എന്ന് പറയും. ആൻഡ് ദ ഏരിയ ഓഫ് ഹിസ്റ്ററിസിസ് ലൂപ്പ് ഈസ് ഈക്വൽ ടു എനർജി ഡിസിപ്പിറ്റേറ്റഡ് ഇൻ ദ മെറ്റീരിയൽ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ഡ്യൂറിങ് ലോഡിങ് ആൻഡ് അൺലോഡിങ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രാഫുകൾ തന്നിട്ട് പല മെറ്റീരിയൽസിൻ്റെ ഈ ഹിസ്റ്ററിസിസ് കർവ് അതിൻ്റെ ഷേപ്പും ഏരിയ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോ ഗ്രാഫിൻ്റെയും ഏരിയ നോക്കിയിട്ട് ആ മെറ്റീരിയലിൽ ഹീറ്റ് എനർജി ആയിട്ട് നഷ്ടപ്പെടുന്ന ഹീറ്റിൻ്റെ അളവ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഒരു ഇതും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, ഇലാസ്റ്റിക് ഫാറ്റിഗോ എന്നുള്ള ഒരു അവസ്ഥ. നിങ്ങൾക്കറിയാം, ഒരു റബ്ബർ ബാൻഡ് നമ്മൾ പല പ്രാവശ്യം സ്ട്രെച്ച് ചെയ്യും, അത് വിടുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആദ്യമൊക്കെ സ്ട്രെച്ച് ചെയ്തിട്ട് വിടുമ്പോൾ അതിൻ്റെ പഴയ ലെങ്തിലേക്ക് പൂർണ്ണമായിട്ടും തിരിച്ചു വരും. കുറച്ചധികം സ്ട്രെച്ച് ചെയ്ത് വിട്ടാലും പൂർണ്ണമായിട്ടും അത് പഴയ ലെങ്തിലേക്ക് തിരിച്ചു വരും. പക്ഷെ കുറേ പ്രാവശ്യം നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നാൽ ആ റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിഞ്ഞു പോവുകയും പിന്നീട് നമ്മൾ ഇതിനെ സ്ട്രെച്ച് ചെയ്തിട്ട് തിരിച്ചു വിടുമ്പോൾ അതിൻ്റെ പഴയ ലെങ്തിലേക്ക് പൂർണ്ണമായിട്ടും പോകാതെ വരികയും ചെയ്യുന്ന ഒരവസ്ഥ. ഇതിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഫാറ്റിഗോ എന്ന് പറയുക. ഒരു സബ്സ്റ്റൻസിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെയിൻ കൊടുക്കുകയാണെങ്കിൽ, പല പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് നഷ്ടപ്പെടുന്നു. ഈ ഒരു അവസ്ഥയ്ക്കാണ് ഇലാസ്റ്റിക് ഫാറ്റിഗോ എന്ന് പറയുക. ചില സ്പ്രിങ്ങുകളൊക്കെ വലിഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ട്. അത് യൂസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാതെയൊക്കെ വരുന്നത്, അതൊക്കെ ഇലാസ്റ്റിക് ഫാറ്റിഗോയ്ക്ക് എക്സാമ്പിളാണ്. ഇത്രയും കാര്യങ്ങളെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ സോളിഡ്സിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസും അവയുടെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫും ഇലാസ്റ്റിക് ലിമിറ്റ് വാല്യൂ ഒക്കെ പഠിക്കുന്നതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണ്, അവിടെ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പം ഇന്ന് നമ്മൾ മെയിനായിട്ട് പഠിച്ചത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. മെറ്റൽസിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് അത് ഡീറ്റെയിൽഡായിട്ട് ശരിക്കും വരച്ച് ഓരോ പോയിൻറ്റും കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ മെറ്റീരിയൽസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാമെന്ന് കണ്ടു. ഡക്റ്റൈൽ സോളിഡ്സ്, ബ്രിറ്റിൽ സോളിഡ്സ്, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ഇലാസ്റ്റമേഴ്സ് എന്താണെന്ന് പഠിച്ചു. റബ്ബർ, അയോട്ട, ഇവയുടെ രണ്ടിൻ്റെയും ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ ഇലാസ്റ്റിക് ഹിസ്റ്ററിസിസ് എന്നുള്ള ഫിനോമിനൻ, ഇലാസ്റ്റിക് ഫാറ്റിഗോ, ഇത്രയും കാര്യങ്ങൾ ഓരോന്നും കൃത്യമായിട്ട് പഠിക്കാം. താങ്ക് യു.